ഹലോ, അനൂപ് ബ്ലോഗ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ഡാമിന് തൊട്ടടുത്തുള്ള ഹിൽ വ്യൂ പാർക്കിലാണ്. ഇടുക്കി ഡാം കാണാൻ വരുന്നവർ നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു കിടിലൻ സ്പോട്ടാണിത്. ഇവിടെ നിന്നുള്ള ഇടുക്കി ഡാമിൻ്റെ ദൂരക്കാഴ്ച, അതുപോലെ തന്നെ ചെറുതോണി ഡാമിൻ്റെ ഒരു വ്യൂ ഉണ്ട്. മോനെ വേറെ ലെവൽ കേട്ടോ, വേറെ ലെവലാണ്. പാസ് എടുത്തിട്ട് വേണം നമുക്ക് അകത്ത് കയറാൻ കേട്ടോ. 25 രൂപയുടെ പാസ്സാണ് നമുക്ക് എടുക്കേണ്ടത്. ഞാൻ പാസ് എടുത്തിട്ട് അകത്തേക്ക് നടക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചധികം നടക്കാനുണ്ട്. രസമാണ് നടപ്പെന്ന് പറഞ്ഞാൽ. അത് നടക്കാനുള്ള പാത്ത് വേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡാമിൽ നിന്നുള്ള തണുത്ത കാറ്റ്, വേറെ ലെവലാണ് നടപ്പ്. അപ്പം നടന്ന് നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. ഇവിടെ എല്ലാം വ്യൂ ആണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊരു വ്യൂ പോയിന്റ് ഇല്ല, എവിടെ നോക്കിയാലും വ്യൂ ആണ്. ആ കാണുന്നതാണ് ഇടുക്കി ആർച്ച് ഡാം. ഈ കാണുന്നതാണ് ഇടുക്കി ആർച്ച് ഡാം. ഇടുക്കി ഡാമിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ്. പെരിയാറിന് കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചേക്കുന്നത്. പിന്നെ ഏതാണ്ട് 554 അടിയാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. കുറവൻ കുറുത്തി എന്ന് പറയുന്ന 2 വലിയ കൂറ്റൻ മലകളുടെ കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചേക്കുന്നത്. ഡാമിനെ കുറിച്ച് അധികം കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. സ്കൂളിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് നമ്മളിത്. പിന്നെ നമുക്ക് ഈ ഡാം കാണാൻ ഏറ്റവും നല്ല അതായത് ഈ ഡാമിൻ്റെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന ഈ ഹിൽ വ്യൂ പാർക്കിൽ നിന്നായിരിക്കും. കാരണം ഈ ഡാമിന് മുകളിൽ അല്ലെ ഡാമിലേക്കുള്ള പ്രവേശനം എന്നൊക്കെ പറയുന്നത് ചില സീസണുകളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇവിടെ വന്നാൽ 365 ദിവസം ഈ പാർക്കിൽ നമുക്ക് നിന്നാൽ ഡാം കാണാൻ പറ്റും. അങ്ങനെയുള്ള കുറേ പ്രത്യേകതകളുണ്ട്. പിന്നെ ഇതിനകത്ത് കഫറ്റീരിയ ഉണ്ട്. പിന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കളികളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഇതിനകത്തൊരു ചെറിയ തടാകമുണ്ട്, അതിനകത്ത് ബോട്ടിംഗ് ഉണ്ട്. പിന്നെ സിപ്പ് ലൈന്, അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. പിള്ളേരെ കണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വർത്താണ് കേട്ടോ. ഈ ഹിൽ വ്യൂ പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിന് തൊട്ടടുത്താണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ പ്രവേശനം. അപ്പോൾ നിങ്ങൾ ഹിൽ വ്യൂ പാർക്ക് കാണാൻ വരുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് സീസണോ കാര്യങ്ങളൊന്നും നോക്കണ്ട, എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷേ ഇടുക്കി ഡാം കാണാൻ വരുമ്പോൾ നിങ്ങൾ ആ സമയം നോക്കിയിട്ട് വേണം വരാൻ കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഇടുക്കി ഡാമിൻ്റെ മുകളിലേക്ക് നടക്കാനും അതൊക്കെ ചുറ്റി കാണാനും പറ്റുള്ളൂ. അതിനോരോ സീസൺ ഉണ്ട്. ആ സമയത്താണ് നമ്മൾ ഇടുക്കി ഡാമിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നിങ്ങളൊരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഒരു ചെറിയ ബോട്ട് പോകുന്നുണ്ടോ? ചെറിയ ബോട്ടല്ല, ഒരു വലിയ ബോട്ടാണ്. ദൂരെ നിന്ന് എടുത്തുകൊണ്ട് ചെറുതായിട്ട് തോന്നുന്നതാണ്. ഇത് ഇടുക്കി ഡാമിനകത്തുള്ള സീസണിൽ അകത്ത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ബോട്ടിംഗ് ആണ് കേട്ടോ. അത് വേറെ ലെവലാണ്. നിങ്ങളിങ്ങനെ വരുമ്പോൾ സമയമുണ്ട്, അതൊന്നും എടുക്കണേ. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് നടന്ന് കാണാനുണ്ട്. ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുകയാണ് കേട്ടോ. കുറേ നടന്ന് കാണുകയാണ്, രസമുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ അഡ്വഞ്ചർ പാർക്കൊക്കെ വരുന്ന ഈ ഏരിയയിലാണ്. ആ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഈ ഏരിയയിലാണ് വരുന്നത്. പിന്നെ ഈ ഹിൽ വ്യൂ പാർക്കിൻ്റെ ടോപ്പിലായിട്ടൊരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. ഒരു ചെറിയ ഭംഗിയുള്ള വാച്ച് ടവർ. അവിടെ നിന്നുള്ള ഇടുക്കി ഡാമിൻ്റെയും ചെറുതോണി ഡാമിൻ്റെയും ഒക്കെ വ്യൂ ഒരു വേറെ ലെവലാണ്. രണ്ടും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. ഞാനതുപോലെ ഒന്ന് കാണിച്ചു തരാം. ഇടുക്കിക്ക് ട്രിപ്പ് വരുമ്പോൾ, ഇടുക്കി കാണാൻ വരുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഈ ഹിൽ വ്യൂ പാർക്ക്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബായ്.